ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിഷു ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി സൂര്യൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമിക്കും. ഉദയത്തിന് ശേഷം 8 നാഴിക 8 വിനാഴിക പിന്നിടുമ്പോഴാണ് സൂര്യന്റെ സംക്രമം നടക്കുന്നത്. മീനൻ രാശിയിൽ നിന്നും തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നതിനെയാണ് വിഷു സംക്രമം എന്ന് പറയുന്നത്. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം 1-ാം തീയതി മുതലാണ്. ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയാണ് ഒരു വിഷു വർഷക്കാലം. ഓരോ നക്ഷത്രക്കാർക്കും വിവിധതരം ഫലങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷുഫലം. ചാരഫലവും വർഷഫലവും ഒക്കെ ഇതിന്റെ കൂടെ പരിഗണിച്ചു പോരുന്നു. പഞ്ചാംഗ ഗണിതപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങളെ ശൂലം വിഭാഗത്തിലും 18 നക്ഷത്രങ്ങളെ ഷഡ്കം വിഭാഗത്തിലും തിരിക്കുന്നു. ഇതിൽ ശൂലം വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ദോഷഫലങ്ങളും ഷഡ്കം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് ശുഭഫലങ്ങളും അനുഭവപ്പെടുന്നു. ഈ വീഡിയോയിലൂടെ പറയുന്നത് കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെ വിഷുഫലമാണ്. പുണർത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ നക്ഷത്രങ്ങളില് പുണർതം നക്ഷത്രം ശൂലം വിഭാഗത്തിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് അതിന് വിഷുഫലം അനുസരിച്ച് ദോഷഫലങ്ങളാണ് കൂടുതലും അനുഭവപ്പെടുക. പൂയം, ആയില്യം എന്നീ 2 നക്ഷത്രങ്ങൾ ഷഡ്കം വിഭാഗത്തിൽ ആയതുകൊണ്ട് ധാരാളം ശുഭഫലങ്ങളും പ്രവചിക്കുന്നു. ബന്ധുനാശം, സ്വജന വിരോധം, മനക്ലേശം ഇതൊക്കെ പുണർതം നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള വിഷുഫലങ്ങളാണ്. എന്നാൽ പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് വലിയ ലോക ബഹുമാനം ലഭിക്കും എന്നാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ജനപ്രീതി നേടുക, വിശേഷ വസ്ത്ര ആഭരണങ്ങളൊക്കെ അനുഭവത്തിൽ വരിക, ഇതൊക്കെ പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലത്തിൽ ഉൾപ്പെടുന്നതാണ്. വിഷുഫലം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ചാരഫലവും പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ശനി, വ്യാഴം, രാഹു, കേതു ഇതൊക്കെ വളരെ ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്നതാകയാൽ ഈ ഗ്രഹങ്ങളുടെ ചാരഫലവും ഈ നക്ഷത്രക്കാർക്ക് കാര്യമായി അനുഭവപ്പെടുന്നതാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിന്റെ ആരംഭത്തിൽ 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അത്ര ഗുണകരമല്ലെങ്കിലും കാര്യമായ ദോഷങ്ങളൊന്നും ചെയ്യുന്നതല്ല. പ്രത്യേകിച്ചും പാഴ്ചെലവുകളെയൊക്കെ നിയന്ത്രിച്ച് സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുത്തുവാൻ ഈ കൂറുകാരെ 12-ാം ഭാവത്തിലെ വ്യാഴം സഹായിക്കും. അതുപോലെ വലിയ വീഴ്ചകളും ദുരിതങ്ങളും ഒക്കെ സംഭവിക്കാതിരിക്കുന്നതിനും 12-ാം ഭാവത്തിലെ വ്യാഴം സഹായിക്കും. എന്നാൽ ജൂൺ മാസം 2 മുതൽ ജന്മഭാവത്തിലേക്ക് മാറുന്ന വ്യാഴം വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. ജന്മത്തിലേക്ക് മാറുന്ന വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് നിലകൊള്ളുക. കർക്കിടകം രാശി വ്യാഴത്തിന്റെ ഉച്ച സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതീവ ബലവാനായിട്ടാണ് വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഭാഗ്യാധിപൻ കൂടിയാണ്. ഭാഗ്യാധിപൻ ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നത് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. വളരെ കാലമായി ദുഃഖ ദുരിതങ്ങളാണ് ഈ കൂറുകാര് അനുഭവിച്ചു വന്നിരുന്നത് എന്ന് നമുക്കറിയാം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളും ഒക്കെ ഇവരെ ജീവിതത്തിൽ വല്ലാതെ അലട്ടിയിരുന്നു. ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും ഒക്കെ വിട്ടുമാറി പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ഈ വിഷുവിന്റെ ആരംഭത്തോടുകൂടി ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. എല്ലാവിധ പ്രയാസങ്ങളും മാറി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനുള്ള അവസരം ഈ വിഷുക്കാലത്ത് ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികമായ പ്രയാസം അനുഭവപ്പെട്ടവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലയിൽ എത്തിച്ചേരുവാൻ കഴിയും. അതുപോലെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ഒക്കെ പെട്ടെന്ന് പരിഹരിക്കുവാൻ ഈ വർഷം ഇവർക്ക് സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായി വലിയ മുന്നേറ്റം നടത്തുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷം സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്നതിനും വിജയിക്കുന്നതിനും കഴിയും. വലിയ ബുദ്ധി സാമർഥ്യവും വാക് നൈപുണ്യവും ഒക്കെ പ്രകടിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. ഒക്ടോബർ 2 മുതൽ 31-ാം തീയതി വരെ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പിന്നീട് ഇവരുടെ 2-ാം ഭാവത്തിലേക്ക് മാറും. 2-ാം ഭാവത്തിലേക്ക് മാറുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യും.
പ്രത്യേകിച്ചും സാമ്പത്തികമായ വലിയ ഉന്നമനത്തിന് ഈ വ്യാഴസ്ഥിതി കാരണമാകും. സ്ഥാനാന്തര പ്രാപ്തിയും ഇവർക്ക് വന്നുകൂടും. ജോലിയിൽ മെച്ചപ്പെട്ട അവസ്ഥ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ പരിഹരിച്ച് വലിയ ഉയർന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയും. മേലുദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം ഈ വിഷു വർഷത്തിൽ ഇവർക്ക് ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെയും മറ്റും പൂർണ്ണമായ സഹകരണം ജോലി സ്ഥലത്ത് ഇവർക്ക് ഇനി പ്രതീക്ഷിക്കാം. അസൂയാലുക്കളും ശത്രുക്കളുമായിരുന്ന ആളുകൾ അതെല്ലാം വെടിഞ്ഞ് ഈ കൂറുകാരെ സഹായിക്കുവാനായി മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് ഈ വിഷു വർഷത്തിൽ കാണാൻ കഴിയുക. ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും പുതുതായി ഈ കൂറുകാർക്ക് വന്നു ചേരും. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ സംരംഭങ്ങൾ പ്ലാൻ ചെയ്യുവാനുള്ള അവസരം ഈ വർഷം ഇവർക്ക് ഉണ്ടാകും. ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ വികസിപ്പിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് വരുന്ന ഒരു വർഷക്കാലം. ഈ കൂറുകാരെ സംബന്ധിച്ച് ഇക്കൊല്ലവും അതിനെ തുടർന്ന് വരുന്ന വർഷവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അനുകൂലമായ സമയത്ത് കൂടുതൽ വിജയങ്ങൾ നേടുന്നതിന് വേണ്ട പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കും. രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വാഗ്വൈഭവവും ബുദ്ധിസാമർഥ്യവും ഒക്കെ കൂടുതലായി ഇവർക്ക് നൽകുമെങ്കിലും രണ്ടാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കേതു ചില അവസരത്തിലെങ്കിലും ചില വാഗ്ദോഷങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്രത്യേകിച്ചും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നതും ജാഗ്രത പാലിക്കുന്നതും ജീവിത വിജയത്തിന് സഹായിക്കും. ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകുവാനുള്ള ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം. വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുവാനും വിദേശത്ത് ഉദ്യോഗം ചെയ്യുവാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഈ വർഷം തികച്ചും അനുകൂലമാണ്. വലിയ വിജയങ്ങൾ നേടുവാൻ ഇവർക്ക് ഈ പ്രവാസ ജീവിതം സഹായിക്കും. വിവാഹ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിരുന്നവർക്ക് അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട ഒരു വിവാഹ ജീവിതം നയിക്കുന്നതിന് ഈ വർഷത്തിൽ അവസരമുണ്ടാകും. അതുപോലെ ദാമ്പത്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വന്നിരുന്നവർക്ക് അതെല്ലാം പരിഹരിച്ച് സന്തോഷപൂർണമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാനും ഈ വിഷുക്കാലത്തിൽ അവസരം ലഭിക്കുന്നതാണ്. സന്താന ദുരിതം അനുഭവിച്ചു വന്നിരുന്നവർക്കും അതിനെല്ലാം പരിഹാരം ഉണ്ടാവും. തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് ഈ വിഷു വർഷക്കാലം ദമ്പതിമാർക്ക് അവസരമുണ്ടാകും. ഭാഗ്യാധിപൻ ജന്മത്തിലും തുടർന്ന് രണ്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നത് മൂലം കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ജീവിത അഭിലാഷങ്ങളൊക്കെ സാധിച്ചെടുക്കാനുള്ള ഒരു വർഷമായി ഈ വിഷു വർഷം മാറുന്നതാണ്. ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും കൂടുതൽ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.